സ്വർഗം കണ്ട് ഭൂമിയിലേക്ക് മടങ്ങി വന്ന പലരും സാക്ഷ്യപ്പെടുത്തുന്നത് സ്വർഗത്തിൽ അതീവ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടുവെന്നാണ്. അവരുടെ സൗന്ദര്യം ആർക്കും നിർമ്മിക്കാനോ ചിത്രീകരിക്കാനോ കഴിയില്ല എന്നാണ്. അത് മാതാവാണ്. മാതാവ് സ്ത്രീകളിൽ ഏറ്റവും ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. പരിശുദ്ധനായ യേശുവിന് ഭൂമിയിൽ അവതരിക്കാൻ ദൈവകൃപയാൽ ദൈവം തിരഞ്ഞെടുത്ത ഭാഗ്യവതിയായ വ്യക്തി. ദേവാലയത്തിലായിരിക്കാൻ സമർപ്പിക്കപ്പെട്ട മാതാവിന് യഹൂദ നിയമങ്ങളെക്കുറിച്ചും ദൈവകൽപ്പനകളെക്കുറിച്ചും പ്രവചനങ്ങളെക്കുറിച്ചും തീർച്ചയായും അറിവുണ്ടായിരുന്നു. മറ്റേതൊരു സ്ത്രീയേക്കാളും അതിവിശുദ്ധിയോടെ ദൈവത്തിൻ്റെ മുൻപിൽ ആയിരുന്നതുകൊണ്ടാണ് ദൈവകൃപയാൽ യേശുവിന് അവതാരമെടുക്കാൻ ദൈവം തിരഞ്ഞെടുത്തത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 47-ാം വാക്യത്തിൽ മാതാവ് ഇപ്രകാരം പറയുന്നു: എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. യഹൂദ പ്രവചനങ്ങൾ പ്രകാരം അവരെ മോചിപ്പിക്കാനായി ഒരു രക്ഷകൻ വരുമെന്ന് എല്ലാവരും ശക്തമായി വിശ്വസിച്ചിരുന്നു. മനുഷ്യ വ്യക്തിയായിരുന്ന മാതാവ് പോലും ഗബ്രിയേൽ മാലാഖയുടെ ഈ സദ്വാർത്ത കേട്ട് രക്ഷകനായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖയുടെ സന്ദേശം മുതൽ യേശുവിൻ്റെ ഉത്ഥാനം വരെയുള്ള പല കാര്യങ്ങളെയും ഉള്ളിൽ സംഗ്രഹിച്ചാണ് മാതാവ് ജീവിച്ചിരുന്നത്. മരണശേഷം മാതാവ് തീർച്ചയായും സ്വർഗത്തിലുണ്ട്. എന്നാൽ ഒരു മനുഷ്യ വ്യക്തി മാത്രമായിരുന്ന മാതാവ് ഒരിക്കലും സർവ്വവ്യാപിയല്ല. സർവ്വവ്യാപി എന്നത് സ്വർഗത്തിലും ഭൂമിയിലും പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ശക്തി എന്നതാണ്. ഈ സർവ്വവ്യാപി സർവശക്തനായ ദൈവം മാത്രമാണ്. ഈ ദൈവത്തിന് മാത്രമേ എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ഒരേ സമയം കേൾക്കാനും അറിയാനും കഴിയുകയുള്ളൂ. മാതാവിന് ഇത് ഒരിക്കലും സാധ്യമല്ല. നമ്മൾ ക്രിസ്ത്യാനികൾ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്: എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. അതിൽ പറയുന്ന വാക്കുപോലും സത്യാവസ്ഥയ്ക്ക് എതിരാണ്. കാരണം മാതാവിന് എല്ലാവരുടെ കൂടെയും എല്ലായ്പ്പോഴും ആയിരിക്കാൻ കഴിയുകയില്ല. മാതാവ് സർവ്വവ്യാപിയല്ല. പരിശുദ്ധനായ യേശുവിൻ്റെ അപ്പോസ്തലന്മാരും മാതാവിനെ ഒരു മനുഷ്യ വ്യക്തിയായി വളരെ വ്യക്തമായി അടുത്തറിഞ്ഞിരുന്നതിനാൽ സുവിശേഷങ്ങളിലോ ലേഖനങ്ങളിലോ മാതാവിനോട് മധ്യസ്ഥം വഹിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പഠിപ്പിച്ചിട്ടില്ല. കാനായിലെ കല്യാണത്തിൽ മാതാവ് വീട്ടിലുണ്ടായിരുന്നവരോട് അവർ വിവാഹത്തിൽ അപമാനിക്കപ്പെടാതിരിക്കാനായി യേശു പറയുന്നത് പോലെ ചെയ്യുക എന്ന് മാത്രമാണ് പറയുന്നത്. വിവാഹത്തിൽ അപമാനിക്കപ്പെടാതിരിക്കുന്നതിനും ആ കുടുംബത്തിൽ നടക്കേണ്ട വിവാഹം ഒരു തടസ്സവും കൂടാതെ നന്നായി നടക്കുന്നതിനും ആ വിവാഹത്തിൽ ക്ഷണിക്കപ്പെട്ടവർക്ക് വീട്ടുകാരുടെ ഭൗതിക ആവശ്യമായിരുന്ന ആ വീഞ്ഞ് കൊടുക്കുന്നതിനും യേശു പറയുന്നത് പോലെ കേൾക്കുക എന്ന് മാത്രമാണ് അമ്മ മാതാവ് വീട്ടുകാരോട് പറയുന്നത്. ദൈവത്തിൽ നിന്നും പാപത്താൽ അകന്ന മനുഷ്യമക്കളെ രക്തത്താൽ വീണ്ടെടുത്ത് തിരികെ ദൈവത്തിന് നൽകിയ മനുഷ്യനായി അവതാരം ചെയ്ത യേശു മാത്രമാണ് ഏക മധ്യസ്ഥൻ. ആ വിവാഹ വീട്ടിലെ അവസ്ഥയെ അറിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വീഞ്ഞുണ്ടാക്കി തരാം, ഞാൻ അത്ഭുതം പ്രവർത്തിക്കാം എന്ന് അമ്മ മാതാവ് പറഞ്ഞിട്ടില്ല. എല്ലാ അസാധ്യ കാര്യങ്ങളും നേടിയെടുക്കുന്നതിനും അപമാനം നീക്കുന്നതിനും ഭൗതിക ആവശ്യങ്ങൾ നേടുന്നതിനും യേശുവിൻ്റെ വാക്ക് മാത്രം കേൾക്കുക എന്ന് വളരെ വ്യക്തമായി അമ്മ മാതാവ് വീട്ടുകാരോട് പറയുന്നുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ സ്വയം മഹത്വം ആവശ്യപ്പെടാത്ത, മാതാവിന് വേണ്ടി ദേവാലയം പണിയണമെന്ന് ആവശ്യപ്പെടാത്ത, മനുഷ്യരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് എന്നോട് പ്രാർത്ഥിക്കുക, എന്നോട് മാധ്യസ്ഥം വഹിക്കുക എന്ന് പറയാത്ത, യേശു പറയുന്നത് പോലെ ചെയ്യുക എന്നു മാത്രം പറഞ്ഞിരുന്ന, ഒരിക്കലും സ്വയം മഹത്വം
ആഗ്രഹിക്കാത്ത ആ നല്ല അമ്മയല്ലേ? ബൈബിളിൽ നമ്മൾ കാണുന്ന ആ നല്ല അമ്മയല്ലേ നമ്മളെക്കാളേറെ യേശുവിന് മഹത്വം കൊടുത്തത്? അപ്പോൾ ഒന്ന് ചിന്തിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ യേശു പറയുന്നത് പോലെ ചെയ്യുക എന്ന് മാത്രം പറയുകയും എല്ലാ കാര്യങ്ങളും ഉള്ളിൽ സംഗ്രഹിക്കുകയും യേശു രക്ഷകനാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത മാതാവ് മരണശേഷം പ്രത്യക്ഷപ്പെട്ട് വന്ന് ഇതിനൊക്കെ എതിരായി സംസാരിക്കുമോ? സുവിശേഷങ്ങളിലും വചനങ്ങളിലും കാണുന്നതിൽ നിന്നും എതിരായി രക്ഷയിലോട്ടും യേശുവിലോട്ടും എത്തണമെങ്കിൽ മറ്റു പലതിൻ്റെയും പുറകെ പോകണമെന്ന് പറയുമോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. മാതാവിനെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ ഏറ്റവും വലിയ ബഹുമാനം തിരികെ കൊടുക്കേണ്ടത് അത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. നമുക്ക് നൽകിയിരിക്കുന്ന വിളിയിൽ വിശ്വസ്തരായി ജീവിച്ചുകൊണ്ട് നമ്മളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് മാതാവിനോടുള്ള ബഹുമാനം നമ്മൾ ഏറ്റവും അധികമായി കാണിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ യേശു ഉണ്ടായിരുന്നുവെന്നും യേശു ആദ്യനും അന്ത്യനുമാണ് എന്നും വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യത്തിലും വിശുദ്ധ യോഹന്നാൻ ലഭിച്ച വെളിപാട് പുസ്തകം 22-ാം അധ്യായം 13 വാക്യങ്ങളിലും യേശു തന്നെ നേരിട്ട് പറയുന്നുണ്ട്. മാതാവ് ജനിക്കുന്നതിന് മുൻപേ, ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ യേശു ഉണ്ടായിരുന്നു. അതിനാൽ മാതാവിനെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് മാതാവിനെ അവഹേളിക്കുന്നതിനും ദൈവനിന്ദയ്ക്കും തുല്യമാണ്. ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടാൻ ദൈവം അവസരം നൽകിയാൽ മാത്രമേ മാതാവിന് ഭൂമിയിൽ വരാൻ കഴിയൂ. ഇനി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാൻ അവസരം ലഭിച്ചാലും മാതാവ് പറയുന്നത് യേശു പറയുന്നത് പോലെ അനുസരിക്കുക എന്ന് മാത്രമാണ്. ഇനി പ്രത്യക്ഷപ്പെട്ട് മുന്നറിയിപ്പുകളും സന്ദേശങ്ങളും തന്നിട്ടുള്ളതിൽ വചനങ്ങളിലോ സുവിശേഷങ്ങളിലോ പറയുന്നതിൽ നിന്നും വിപരീതമായി രൂപങ്ങൾ ഉണ്ടാക്കണമെന്നോ ദേവാലയം പണിയണമെന്നോ പ്രാർത്ഥനയ്ക്കും മാനസാന്തരത്തിനുമായി വചനത്തിലോ യേശു പറയുന്നതോ അല്ലാതെ മറ്റെന്തിൻ്റെയെങ്കിലും പുറകെ പോകണമെന്നോ പറയുന്നത് ഒരിക്കലും മാതാവല്ല. മാതാവാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ സർവമഹത്വവും യേശുവിന് മാത്രമേ നൽകുകയുള്ളൂ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഞങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത സുവിശേഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ വന്ന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെ പ്രസംഗിക്കുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് വളരെ വ്യക്തമായി താക്കീത് നൽകുന്നുണ്ട്. ഇപ്പോഴുള്ള പ്രത്യക്ഷപ്പെടലുകളെയെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാകാം പൗലോസ് അപ്പോസ്തലൻ മുൻകൂട്ടി തന്നെ ഇക്കാര്യം ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത്. ഭൗതിക ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും മാനസാന്തരത്തിനും നിത്യരക്ഷയ്ക്കും പരിശുദ്ധനായ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊന്നും രക്ഷയായിട്ടില്ല. ജനങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവകൃപയാൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട ജനങ്ങളെ യേശുവിൽ നിന്നും യേശുവിനെ ആരാധിക്കുന്നതിൽ നിന്നും അകറ്റി അവരുടെ സമയവും ആരാധനയും തട്ടിയെടുത്ത് നരകത്തിലേക്ക് എത്തിക്കേണ്ടതിനായിട്ടുള്ള സാത്താൻ്റെ വഞ്ചന മാത്രമാണ് ഈ പ്രത്യക്ഷപ്പെടൽ. ഈ ലോകത്ത് നടക്കേണ്ട ദുരന്തങ്ങളെക്കുറിച്ചോ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ മുന്നറിയിപ്പുകൾ തരികയും സർവമഹത്വവും യേശുവിന് കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ആ പ്രത്യക്ഷപ്പെടലുകളെ സ്വീകരിക്കാം. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി മരിച്ചുയർത്തതും രക്ഷ നൽകിയതും യേശു മാത്രമാണ്. നമ്മുടെ തലമുറകളും കുടുംബജീവിതങ്ങളും ശ്രേഷ്ഠമായിരിക്കേണ്ട ദേവാലയങ്ങളും നശിക്കാതിരിക്കണമെങ്കിൽ സഭയുടെ ശിരസ്സായ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. ആരാധനയും മഹത്വവും സ്തുതിയും വണക്കവും യേശുവിന് മാത്രമായിരിക്കുകയും വേണം. മാതാവിനെ പോലെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ച്
യേശു നൽകിയ ശരീരവും രക്തവും വിശുദ്ധിയോടെ സ്വീകരിക്കുകയും യേശുവിൻ്റെ വചനങ്ങളെയും കൽപ്പനകളെയും പാലിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാതാവിനെ പോലെ നമ്മളും സ്വർഗത്തിന് അർഹരായിത്തീരും. മാതാവിൻ്റെയും മറ്റു വിശുദ്ധരുടെയും ജീവിതം അനുകരിക്കുക എന്നതാണ് മാതാവിനോടും മറ്റു വിശുദ്ധരോടും നമ്മൾ കാണിക്കുന്ന ആദരവും ബഹുമാനവും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.